അങ്കമാലി ആലുവ റൂട്ടിൽ പ്രവർത്തിക്കുന്ന ക്ലാസിക് മെൻസ് വെയർ എന്ന സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. നമസ്കാരം, എൻ്റെ പേര് ജെയിംസ് ആണ്. ഞാൻ അങ്കമാലിയിൽ ആലുവ റോഡിൽ ക്ലാസിക് മെൻസ് വെയർ എന്നൊരു സ്ഥാപനം നടത്തുന്നതാണ്. ഇന്നലെ രാത്രി നമ്മൾ ജനറേറ്റർ ഓൺ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ കണക്ടിവിറ്റി ഇല്ലയെന്ന്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബാക്കിൽ വന്നപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ കേബിളുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പോയേക്കാണ്. ഇത് ഇവിടുത്തെ മൂന്നാമത്തെ അറ്റംപ്റ്റാണ്. ആദ്യത്തെ അറ്റംപ്റ്റ് നമ്മൾ പോലീസിനെ അറിയിച്ചു, അതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ കൊടുത്തായിരുന്നു. അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളത് ഫോളോ അപ്പ് ചെയ്തില്ല. ബാക്കി കാര്യങ്ങൾ അത് പുറത്തുള്ള കേബിളായിരുന്നു. ആ കേബിളുകൾ നമ്മൾ ഇലുമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവർ കൊണ്ട കേബിളായി. അത് ഏകദേശം 100 മീറ്ററോളം കേബിൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പോയി. രണ്ടാമത്തെ ഇവിടെ വീണ്ടും നടന്നു. നമ്മുടെ ദീപ ഇലക്ട്രിക്കൽസിൻ്റെ അവരുടെ കണക്ഷനായാണ് പോയിരുന്നത് അന്ന്. ഇപ്പം എൻ്റെ കണക്ഷനാണ് പോയിരിക്കുന്നത്. ഇത് ഏകദേശം നമ്മൾ 70 അടിയോളം നമ്മുടെ ഷോപ്പിൽ നിന്ന് മാറിയാണ് ജനറേറ്റർ വെച്ചേക്കണേ. ആ ജനറേറ്ററിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത്. അവിടെ നമ്മളെ കണക്ടിവിറ്റിയാണ് വന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 9 വയറാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് 9 വയർ 70 അടിയോളം ഇന്നലെ രാത്രിയോ പകലോ നമുക്ക് സമയം അറിയില്ല. നമ്മുടെ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പോയതുകൊണ്ട് ആ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും മോഷണം ഇന്നലെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നലെ ഈ കാര്യം വൈകിട്ട് ഇങ്ങനെ അറിഞ്ഞായിരുന്നു. ചർച്ച് നഗറിൽ ഒരു മോഷണം നടന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്താണ് ഇതും ഇവിടെ നമ്മൾ ശ്രദ്ധപ്പെട്ടിരിക്കുന്നത്. അത് തലേ ദിവസം നടന്നേക്കുന്നത്. മിക്കവാറും നമ്മുടെ ഈ ഷോപ്പിൽ ഇത് കാലത്തായിരിക്കും നടന്നേക്കുന്നത്, ഒരു 5 to 6. അപ്പോൾ ഈ മോഷണങ്ങൾ വ്യാപകമാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിലും പരാതി എന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നമുക്ക് ചർച്ച് നഗറിൽ ഈ റീസെൻ്റ്ലി ഒരു 3 കേസ് 3 വീടുകളിൽ നിന്ന് ഏകദേശം ഒരു വീടിൽ നിന്ന് 2 to 3 ലക്ഷം രൂപ വരെ സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. നാട് വ്യാപകമായി ഇത് നടക്കുന്നുണ്ട്. ഇത് അങ്കമാലിയുടെ പ്രശ്നം മാത്രമല്ല, മൊത്തം കേരളം ജനം ശ്രദ്ധിക്കണം. കാരണം ഇതൊരു വയർ മോഷണം മാത്രമായിട്ട് തീരില്ല. ഇത് വലിയൊരു ക്രൈമിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ആരാ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പോലീസ് അതിന് ബന്ധപ്പെട്ട ആൾക്കാരും വളരെയധികം ഇതിന് ഫോക്കസ് ചെയ്യണം. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ ഇതിൻ്റെ ഫോളോപ്പ് നന്നായിട്ട് എടുക്കണം. കാരണം ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു അപകടമാണ്. ഇന്നലെ പിടിച്ച 2 വ്യക്തികളിൽ നിന്ന് ഇത് മാത്രമല്ല, അവരിൽ നിന്ന് വേറെ എന്തോ സിറിഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ പറയണു. ഇവരെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മുടെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, നാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെമ്പ് കമ്പിക്ക് കണ്ടമാനം വില കൂടിയേക്കാണ്, പണ്ടത്തെ വിലയല്ല. അപ്പോൾ വളരെ സുഗമമായിട്ട് നമ്മുടെ ജനറേറ്ററിലേക്കുള്ള വയറുകൾ അല്ലെങ്കിൽ പല എർത്തിങ് വയറുകളൊക്കെ ചെമ്പ് കമ്പിയിലാണ് വരുന്നത്. അത് തൂക്കി വിറ്റാൽ കിലോയ്ക്ക് 1600 1700 രൂപ വിലയുണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില മോഷണങ്ങളോട് നടക്കുകയാണ്. ഇവിടെ നടന്നേക്കണ മോഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയുടെ മുൻഭാഗത്തു നിന്ന് ബാക്കിലേക്ക് 70-75 മീറ്റർ അകലെയാണ് ജനറേറ്റർ ഇരിക്കുന്നത്. ആ ജനറേറ്ററിലേക്കുള്ള വയറുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊണ്ടേക്കണം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമല്ല, പകലിത് സംഭവിക്കാം. എന്നുണ്ടെങ്കിൽ കെട്ടിടങ്ങളുടെ സൈഡിൽ ആരും ശ്രദ്ധ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിജിലൻ്റ് ആവണം എന്നാണ് മർച്ചൻ്റ് അസോസിയേഷന് പറയാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങൾ കൂടി പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്ക്രാപ്പ് പോകുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങൾ വിൽപ്പന നടക്കണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായ പരിശോധനകൾ വേണം. അതുപോലെ രാത്രികാല പെട്രോളിങ്ങുകൾ വേണം. വ്യാപാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പരമാവധി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം മോഷണങ്ങൾ നമ്മൾ ചെറുത്ത് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വ്യാപാരികൾ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. കൺസ്ട്രക്ഷൻ നടക്കുന്ന വിവിധ മേഖലകളിലെല്ലാം ഇത് സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ സംഭവിക്കും. അങ്കമാലിയിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പോലീസ് വളരെയധികം ജാഗരൂകരാവണം. അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങളും വ്യാപാരികളും വളരെയധികം ജാഗരൂകരായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും മർച്ചൻ്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് പോലീസിൻ്റെ പെട്രോളിങ് കൂടുതലായിട്ട് നടപ്പിലാക്കണം. അതുപോലെ തന്നെ സ്ക്രാപ്പ് വിൽക്കുന്ന മേഖലകളിലും മറ്റു മേഖലകളിലും കൃത്യമായ പരിശോധനകൾ നടത്തി അവരെയും ബോധവാന്മാരാക്കണം. ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉടനെ പോലീസിനെ അറിയിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി അവരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി പറയുന്നു. ഓക്കെ. Eternal Wedding Collections by Chungat Jewelry.